നമസ്കാരം. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്നലെ താനൂർ തൂവൽ തീരത്തുണ്ടായ ബോട്ട് അപകടത്തിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോഴും ഈ നാട്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 22 ജീവനുകളാണ് പൊലിഞ്ഞത്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചായിരുന്നു അറ്റ്ലാന്റിക് എന്ന ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. ബോട്ടിന് അനധികൃതമായി രൂപമാറ്റം വരുത്തിയാണ് വിനോദ സഞ്ചാരത്തിന് ഉപയോഗിച്ചതെന്നും ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ തന്നെ പറയുന്നു. അടിമുടി നിയമലംഘനവും കെടുകാര്യസ്ഥതയുമാണ് അപകടത്തിന് കാരണം എന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ഈ അപകടത്തിന് ഉത്തരവാദികൾ ആരൊക്കെ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ പ്രേക്ഷകൻ പൊന്നാനിയിൽ നിന്ന് വാസുവാണ്. വാസു, ഈ അപകടത്തിൻ്റെ ആഘാതം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ പരിസരത്തുള്ളവർ, താനൂരിനടുത്തൊക്കെയുള്ള സ്ഥലമാണല്ലോ പൊന്നാനി. ആരാണ് ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദി? സാറേ, ഇതിന് യഥാർത്ഥത്തില് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ ഇസ്ലാം ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ഭരണകൂടം ആണെന്നാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാന് പൊന്നാനി അല്ല, പൊന്നാനി വടക്കേക്കര പടിഞ്ഞാറേക്കര എന്ന സ്ഥലത്താണ്. അവിടെ മുൻപൊരു ദുരന്തം ഉണ്ടായതാണ് ഈ പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോ ഇതിൽ പൊന്നാനി എന്നാണ് കാണിക്കുന്നത്, പടിഞ്ഞാറേക്കര. അപ്പോ ഞാന് പറയാനുള്ള കാര്യം, ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ ഒരു പക്ഷേ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഞാൻ നിരന്തരമായിട്ട് കണ്ടുവരുന്നത് കർമ്മ റോഡ് പൊന്നാനി. അവിടെ ഒരുപാട് വോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. ചെറുതുമായിട്ട് ഒരു 10-25ഓളം വോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. അവിടെ ഈ നിയമം ലംഘിച്ചാണോ ബോട്ട് സർവീസ് ഒക്കെ നടക്കുന്നത് വാസു? അതെ, കർമ്മ റോഡ് ഇപ്പോ അടുത്ത് പിന്നെ നമ്മളെ സൗന്ദര്യവൽക്കരണം ആയിട്ട് പൊന്നാനി കർമ്മ റോഡിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബോട്ടുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. എല്ലാം നിയമം ലംഘിച്ചാണ് നടക്കുന്നത് അല്ലേ? അല്ല, നിയമം ലംഘിച്ചില്ല. നിങ്ങളത് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഈ സമയത്താവുമ്പോൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അതെ, അതൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഇത്ര വ്യാപകമായി ഈ സർവീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിയമം പാലിച്ചാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു കൃത്യം സമയം കൂടിയാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ വാസു, അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ വിളിക്കുന്നു. ജയകുമാർ, എവിടെ നിന്നാണ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അവിടെ പരിസരത്ത് ഇതുപോലെ ബോട്ട് സർവീസും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നാണോ വല്ലതും വിളിക്കുന്നത്? ഈസ്റ്റ് ഫോർട്ടിലാണ്. അവിടെ ബോട്ട് സർവീസ് ഇല്ല. പക്ഷേ ഈ നടക്കുന്ന ഈ കാഴ്ചകൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ജയകുമാർ? നമസ്കാരം. ആദ്യം ഈ കുടുംബത്തിന്റെ കൂടെ ദുഃഖത്തിലൂടെ പങ്കുചേരുകയാണ്. അതെ, അവർക്കൊപ്പം നമുക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം, അവരെ ചേർത്ത് പിടിക്കാം അല്ലേ? തീർച്ചയായും ഇത് ക്ഷണിച്ചു വരുത്തിയ ദുരന്തം തന്നെയാണ്. ഏതൊരു അപകടം നടന്നാലും, വാഹന അപകടമാണെങ്കിലും ഭക്ഷ്യ വിഷബാധയാണെങ്കിലും സർക്കാരോ കോർപ്പറേഷനോ പഞ്ചായത്തോ ആദ്യം പറയുന്നത് അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ഗവൺമെന്റും ഒരു ടൂറിസം വകുപ്പും ഉണ്ട്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? പൊതുപ്രവർത്തകർ പല തവണ ഈ ബോട്ടിനെ പറ്റി കംപ്ലൈന്റ് കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ വഴി അറിയാൻ സാധിച്ചത്. എന്തെങ്കിലും ഒരു നടപടി ടൂറിസം വകുപ്പോ ഗവൺമെന്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഉണ്ടാവില്ല. ദുരന്തം ഉണ്ടായിട്ട് ഈ മന്ത്രിമാരെല്ലാം കൂടെ അവിടെ ചെന്ന് ഈ കടന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് നാട്ടുകാരുടെ പൈസയാണ്. പക്ഷെ എത്ര കൊടുത്താലും ഇതിൽ മതിയാവില്ല. എന്നാൽ ഇത് തെളിച്ചു വെച്ച ദുരന്തം തന്നെയാണ്. കട്ടായ കണക്കുണ്ടായി, പല സ്ഥലത്തുണ്ടായി. എന്തെല്ലാം കേസുകൾ ഉണ്ടാകണം. വാഹനമാണെങ്കിലും ഭക്ഷ്യസുരക്ഷ എല്ലാത്തിനും പറയുന്നത് ഇവർക്ക് ലൈസൻസ് ഇല്ല, ഇവർക്ക് ഫിറ്റ്നസ് ഇല്ല. ഇതിന്റെ ഫീസിബിലിറ്റി കൊടുക്കുന്ന ആരാണെന്നാണ് അറിയേണ്ടത്. വെറുതെ ഒരു ഇതെല്ലാം ഇത് അപകടം നടന്നതിന് ശേഷം ഇത് ആരും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നത് ശരിയല്ല. അപ്പൊ അത് കൊടുക്കാതെ ഇരുന്നത് അല്ലെങ്കിൽ പരിശോധിക്കാത്ത എന്ത് എന്നതിന്റെ ഉത്തരം ഉദ്യോഗസ്ഥർ കൂടി പറയണം. വളരെ നന്ദി ശ്രീ ജയകുമാർ, അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു, രഘുനന്ദൻ. കൊല്ലത്ത് ധാരാളം ഹൗസ് ബോട്ടുകളും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? കൊല്ലത്ത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനടുത്ത് ഹൗസ് ബോട്ട് ഉണ്ട്, ആലപ്പുഴയ്ക്കുണ്ട്. ഇപ്പം സർവീസ് ഉണ്ടോന്ന് അറിഞ്ഞില്ല, ഇടയ്ക്കുണ്ടായിരുന്നു, ഇപ്പോഴും കാണും തോന്നുന്നു. പിന്നെ ചെറിയ ഡിസ്റ്റൻസിലുള്ള ബോട്ടും ഇതൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ ഇത് യഥാർത്ഥത്തില് ഉദ്യോഗതലത്തിൽ ആണ് ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഉദ്യോഗതലത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഓട്ടോറിക്ഷക്കാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയില് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്ന മാതിരി ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ നമ്പറുകൾ തീർച്ചയായിട്ടും ബോട്ടിലൊക്കെ പ്രദർശിപ്പിച്ചാൽ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല? അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു അഭിപ്രായമാണ്. കാരണം എന്തെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ എവിടെ പരാതിപ്പെടണമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ബോട്ടിൽ ഇതിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ പരാതിപ്പെടേണ്ടത് ഇന്ന ആൾക്കാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ബോർഡ്, അല്ലേ? അത് വളരെ നല്ല ഒരു അഭിപ്രായമാണ്. പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതെ, ഈ ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങള് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നിയമം ഇത്രത്തോളം കർശനമല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ പലതും നടക്കും. അപ്പൊ അതിന് ചെയ്യേണ്ട പരിപാടി ഇനിയെങ്കിലും ഇത് കേൾക്കുന്ന യാത്രക്കാര് ഇത് കണക്കുള്ളടത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ആള് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ കുറവാണ്, ചുരുങ്ങിയ സമയം കൊണ്ട് എത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള യാത്രയ്ക്ക് പുറപ്പെടരുത്. അവർ ബസ്സിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ നന്ദി രഘുനന്ദൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. പേരൊന്ന് പറയൂ. മുഹമ്മദ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ മുഹമ്മദ്, എന്ത് തോന്നുന്നു? മലപ്പുറം ജില്ലയിൽ ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുകയാണ്. നാട് മുഴുവൻ കണ്ണീർ കടലിലാണ്. എന്താണ് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? നമസ്കാരമാണ് സാറേ. ആദ്യമായി ആ മരിച്ച കുടുംബങ്ങളെ അഗാധമായി എന്റെയും കുടുംബത്തിന്റെയും ദുഃഖം രേഖപ്പെടുത്തുന്നത്. ഇത് ഒരു സംഭവം കഴിഞ്ഞതിന്റെ ശേഷം മാത്രമാണ് അതിന് കൊട്ടും കോലൊടുക്കല്. ഇപ്പൊ അത് ആരാണ്, എന്താണ്, ലൈസൻസ് ഉണ്ടോ, മറ്റുണ്ടോ മറിച്ചുണ്ടോ എന്ന് അന്വേഷിക്കലും പൊടിച്ചലും ഇങ്ങനെ എഴുതലും പറയലും ഇതൊക്കെ തുടങ്ങി. അല്ല, ഇത് ശ്രീ മുഹമ്മദ്, നാട്ടുകാരിത് മുമ്പേ പരാതിപ്പെടുന്നുണ്ട്. ഈ യാത്രയ്ക്ക് തൊട്ട് മുമ്പേയും പരാതിപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് അതിലെ കാര്യം. ശ്രദ്ധിക്കുന്നില്ല വെച്ചാൽ ശ്രദ്ധിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് സർക്കാർ നോക്കണം. എന്നിട്ട് അവരെ പിടിച്ചണം. അവരെ പിടിച്ചിട്ട് അവരെ ശിക്ഷിക്കണം. അതാണ് ചെയ്യേണ്ടത്. പരാതി കൊടുത്തും അതിന്റെ മുകളിൽ അടയിരിക്കുക, അത് പൂഴ്ത്തി വെക്കുക, എന്നിട്ട് ഇത് കണ്ടില്ലെന്ന് നടിക്കുക. ഒടുവിൽ അപകടം ഉണ്ടാകുമ്പോൾ ബോട്ടിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈ കഴുകുക. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ഷാജഹാൻ. ശ്രീ ഷാജഹാൻ എന്ത് തോന്നുന്നു? ആരാണ് ഈ ദുരന്തത്തിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ? സാറേ, ഇത് നമ്മളെ ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മളെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോ അന്ന് എല്ലാരും കൂടെ ഇറങ്ങും. അത് കഴിഞ്ഞ് ആരും ഇതിനെ പറ്റി അന്വേഷിക്കില്ല. അല്ല, ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരത്തെ നാട്ടുകാർ പരാതി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ടും ഉദ്യോഗസ്ഥന്മാരെ കൈകൊണ്ടില്ലല്ലോ. അതിനുള്ള ഇത് നടപടി എടുത്ത് സ്വീകരിച്ചില്ലല്ലോ അവര്. അത് സ്വീകരിച്ചിരുന്ന ഇത് നടക്കുമായിരുന്നോ? അല്ല, എന്താ ഈ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഭയമില്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? പരാതി കൊടുത്താലും അതൊന്നും നടപടി എടുക്കണ്ട എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നാട്ടുകാര് പരാതി കൊടുത്താലും ഉദ്യോഗസ്ഥര് മുഖം തിരിഞ്ഞ് നടക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് ആട്ടോക്കാരെയും ബാക്കി പിച്ചക്കാരെയും പിടിച്ചു നിർത്തി കുത്തിനെ പിടിച്ചു നിർത്തി പൈസ വാങ്ങിക്കാനല്ലാതെ ഇങ്ങനെയുള്ള കേസുകൾ വല്ലതും പിടിക്കാനാണ് അവര് ഇതുവരെ അവർക്ക് കഴിയുന്നില്ല. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഇവിടെ നിന്ന് വിളിച്ച് പങ്കുവയ്ച്ചതിന്. അബ്ബാസ് പാലക്കാട് നിന്ന് വിളിക്കുന്നു. അബ്ബാസ്, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, തൃശ്ശൂരിൽ നിന്ന് രാജേഷ്. രാജേഷ്, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? രാജേഷ്, ഈ അവിടെയൊക്കെ ഈ ഹൗസ് ബോട്ടിൽ അല്ലെങ്കിൽ ഈ ബോട്ടിലുണ്ടായ അപകടത്തെ സംബന്ധിച്ചൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? എന്താണ് അവരുടെയൊക്കെ ഒരു നിലപാട്? ഞാൻ സാർ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ആ പ്രദേശത്ത് വാർഡ് മെമ്പർ ഒന്നുമില്ലേ? ഹലോ, എന്താണ്? ആ പ്രദേശത്ത് വാർഡ് മെമ്പർ ഉണ്ടല്ലോ, സ്വാഭാവികമായി ഉണ്ടാവണം. ഈ വാർഡ് മെമ്പറിലാണ് വാർഡ് മെമ്പർ അറിയാണ്ട് കാര്യങ്ങൾ നടക്കും. അല്ല, ഇതൊക്കെ നാട്ടുകാർ പരാതി കൊടുക്കുന്നു, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരാതി കൊടുക്കണ വാർഡ് മെമ്പർ നമ്മള് നാട്ടുകാര് തെരഞ്ഞെടുത്തിട്ട് വാർഡ് മെമ്പറാ. ഈ വാർഡ് മെമ്പർക്ക് അറിഞ്ഞുള്ള കാര്യങ്ങൾ അവിടെ അപ്പൊ ജനപ്രതിനിധികൾക്കും ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട്, ഉദ്യോഗസ്ഥരെ മാത്രം പ്രശ്നമല്ല എന്നാണ് പറയുന്നത് അല്ലേ? അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവണല്ലോ ജനപ്രതിനിധി. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിച്ച് അഭിപ്രായം പങ്കുവച്ചതിന്. പാലക്കാട് നിന്ന് ജിതിൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ജിതിൻ, പാലക്കാട് ഈ ബോട്ടുകൾ കുറവാണ്, മലമ്പുഴയിലോ മറ്റോ കുറച്ച് ബോട്ടുകളെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും പക്ഷേ
ഇങ്ങനെ ഒരു അപകടമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് തോന്നുന്നത്? അതായത് ഇന്നലത്തെ അപകടം എന്ന് പറയുന്നത് വളരെ വേദനാജനകം തന്നെയാണ്. കാരണം ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുമ്പും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്കണം. പക്ഷെ അത് ദൗർഭാഗ്യവശം നമ്മൾ ഉണ്ടാകുന്നില്ല. കാരണം ഏറ്റവും വലിയ വടക്കഞ്ചേരി ബസ്സിൽ അപകടം ഉണ്ടായപ്പോ ആ സമയത്ത് നമ്മൾ ചെയ്ത ഒരു നടപടി എന്താ വെച്ചാൽ ബസ്സിന്റെ കളർ ഏകീകരിച്ചു. പക്ഷെ ബസ്സിന്റെ വേഗത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല. എന്തുകൊണ്ട് കടന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത്തരം വേഗപ്പൂട്ടുകള് കൃത്രിമം കാണിക്കാൻ സാധാരണ മെക്കാനിക്കുകൾക്കൊന്നും കഴിയില്ല. ഇന്നത്തെ പുതിയ വാഹനങ്ങളിൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഷോറൂമുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഇത് അപകടമുണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഈ നമ്മൾ ഇന്നത്തെ കാര്യം ചർച്ച ചെയ്ത ശേഷം ഇപ്പോഴത്തെ കാര്യം ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ നടപടി വന്നിട്ടില്ല. ഇന്നത്തെ നമ്മൾ ഈ ബോട്ട് ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു ഇതിലിപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ നമ്മുടെ ജലഗതാഗതം, അതായത് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ കേരളത്തിലെ 2 വകുപ്പുകളുടെ പരാജയം. കാരണം അവരുടെ ഉദ്യോഗസ്ഥരെ അവിടെ കൃത്യമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ, ആ മന്ത്രിമാര് ആ ഉദ്യോഗസ്ഥരെ കൃത്യമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ആ മന്ത്രിമാർക്ക് പറ്റിയ വീഴ്ചയാണ്. നമ്മൾ നികുതി കൊടുത്ത മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ കൃത്യമായി ജോലി ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തം നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കുണ്ട് അല്ലേ? വേണം, മന്ത്രിമാർക്ക് വേണം. കാരണം മന്ത്രിമാരും ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ നികുതി, അതായത് നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുന്ന നികുതിയിലാണ് അവരെല്ലാം ചെയ്യുന്നത്. ഏതായാലും വളരെ നന്ദി. ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ അത് ധാർമ്മികമായിട്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും വളരെ നന്ദി ജിതിൻ, അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ഇപ്പോൾ ചേരുന്നുണ്ട്, ഷാജി. കണ്ണൂരിലൊക്കെ ഇപ്പോൾ പുതിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. അവിടെ നേരത്തെ തന്നെ ഈ പറശ്ശിനിക്കടവും അവിടെയൊക്കെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ തരത്തിൽ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നുണ്ടോ? സാറേ, ഞാൻ കണ്ണൂർ മലയോര മേഖലയിലാണ്. അവിടെ ബോട്ട് സർവീസ് മേഖലയിലാണ്. ഞാൻ ഈ അപകടം നടന്നതിൽ ഭയങ്കരമായിട്ട് ഖേദിക്കുന്നു. എന്റെ കുടുംബവും അതിനോട് അനുശോചിക്കുന്നു. അപ്പോ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ KSRTC 6 മാസം മുമ്പ് ഒരു ടൂറിസ്റ്റ് ബസ്സും KSRTC തമ്മിൽ അടിച്ചു. കേൾക്കാൻ പറഞ്ഞോളൂ ഷാജി. KSRTC ടൂറിസ്റ്റ് ബസ്സുമായിട്ട് അടിച്ചു. അപ്പൊ പെയിന്റ് മാറ്റിയിട്ട് ഡിഫറൻസ് എല്ലാം കഴിഞ്ഞിട്ട് പെയിന്റ് മാറ്റിയിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും എല്ലാം നോക്കി അതങ്ങ് കാലിയാക്കി. അതേപോലെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അബു ഒലവക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? പാലക്കാട് ജില്ലയിലെ. അതെ സാറേ, പാലക്കാട്. അബു മലമ്പുഴയിലൊക്കെ പോകാറുണ്ടോ? അവിടെ ബോട്ട് സർവീസിലൊക്കെ മലമ്പുഴയിലൊക്കെ പോകാറുണ്ട്. സാർ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, സർക്കാർ എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ബോട്ട് അപകടമാണെന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ സാറേ? അതെ. നമുക്ക് തെറ്റുകൾ പറ്റാം സാറേ, പക്ഷെ അത് റിപ്പീറ്റ്ലി വരുമ്പോ സർക്കാരിനെ കുറ്റപ്പെടുത്താന്നല്ല, അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഒന്നും ഉണ്ടാവില്ല. ജനങ്ങൾ അവെയറായി ഇരിക്കുക. ജനങ്ങൾ ഇന്നപോലെ കോട്ട് അതുപോലെ ലൈഫ് ജാക്കറ്റ് തരില്ല, ഇല്ലാതെ ഇത്തവർ കൂടുതൽ കയറ്റുന്നുണ്ടെങ്കിൽ അവർ കയറാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് 1-2 അവരങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കി. കാരണം സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്താന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതെ, ഇതിൽ അവെയറായി ഇരിക്കുക. അവർ കുട്ടികളല്ല. കാരണം ഒരു 100 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ജീവൻ തന്നെ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായിരിക്കും. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏതായാലും അബുവിന്റെ ആ ഒരു നിർദ്ദേശം വളരെ നല്ലതാണ്. അത് എല്ലാ പ്രേക്ഷകരും മാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. പൊതുവെ ഇത് തുടരും, പക്ഷെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മക്കളെ, ഭാര്യയെ ഒക്കെ അവസാനമായി ഒരു നോക്ക് കാണുന്ന സാഹചര്യം. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്ന സമയമായിരുന്നു. വീടിനായി ഇട്ട തറ, അവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഓരോന്നായി കിടത്തിയിട്ടുള്ളത്. തീർച്ചയായും അടക്കാനാവാത്ത സങ്കടം. അയൽവാസികൾ, ബന്ധുക്കൾ ഒക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഒരു കുടുംബത്തിൻ്റെ 12 അംഗങ്ങൾ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. അവർ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാർ അടങ്ങുന്ന സംഘം സന്ദർശിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അപകടമുണ്ടായ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോകാൻ സാധ്യതയില്ല എന്ന വിവരവും അനുമോദ് പങ്കുവയ്ക്കുകയാണ്. ഈ നിമിഷം മലയാളക്കര ഒന്നാകെ വിങ്ങിപ്പൊട്ടുകയാണ്. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് വിനോദയാത്രയ്ക്ക് പോയ ബോട്ട് മറിഞ്ഞ് 22 പേർ ആണ് മരണപ്പെട്ടത്. അതിൽ 12 പേർ ഒരു കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്, കുന്നുമ്മൽ കുടുംബത്തിൽ നിന്നും ഉള്ളതാണ്. പെരുന്നാൾ അവധിയോടനുബന്ധിച്ചായിരുന്നു കുന്നുമ്മൽ സൈദലവിയുടെ കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നത്. സഹോദരങ്ങളായ ജാബിർ, സിറാജ് എന്നിവരും അവരുടെ ഭാര്യമാരും സഹോദരിയും എല്ലാവരും ഒത്തുചേർന്നിരുന്നു. കുട്ടികളുടെ നിർബന്ധപ്രകാരമാണ് ഈ പ്രദേശത്തേക്ക് തൂവൽ ന്യൂസ് 18 പൊതുവേദി തുടരുന്നു. മറ്റൊരു പ്രേക്ഷകൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു, കൊയിലാണ്ടിയിൽ നിന്ന് റഷീദിന് എന്താണ് പറയാനുള്ളത്? അവിടെ ആളുകളൊക്കെ ഈ അപകടവും ഈ ദുരന്തവും ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടോ? ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് കൊയിലാണ്ടിയിലൊക്കെയുള്ള? ഇന്നലെ വൈകിട്ടോടെ രാത്രിയോടെ ചാനലുകളിൽ നിന്ന് ഒഴുകിയെത്തിയ വാർത്തകൾ നമ്മളെയൊക്കെ കരളലിപ്പിക്കുന്ന വിധമായിരുന്നു. പിന്നീട് കണ്ട കാഴ്ചകളൊക്കെ നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ വാർത്തകളാണ്. ഇത് യഥാർത്ഥത്തില് ഈ കാണിച്ചതുപോലെ ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടം തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയമില്ല, യാതൊരു മാനദണ്ഡങ്ങളുമില്ല. വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ തന്നെ ശ്രീ റഷീദ്, നമുക്ക് എവിടെയാണ് തിരുത്തൽ വേണ്ടത്? നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത്? ഇതിന് മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവണ്ടേ അധികൃതർ അതിന് ശ്രദ്ധ പതിപ്പിക്കേണ്ടേ? മനുഷ്യജീവനെയും കൊണ്ടല്ലേ ഇവര് കളിക്കുന്നത്. ആ മനുഷ്യജീവനെ രക്ഷപ്പെടുത്തേണ്ട ആളുകൾ മനുഷ്യനെ കുഴി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പാടില്ലല്ലോ. അപ്പൊ ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു ഫിഷിംഗ് ബോട്ട് അത് രൂപമാറ്റം വരുത്തി അത് ടൂറിസ്റ്റ് ബോട്ടായി ഉപയോഗിക്കപ്പെടുകയുണ്ടായത്. അതിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ മാനദണ്ഡങ്ങൾ ഒരിക്കലും പാലിക്കപ്പെടാതെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവനുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാനും കൂടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയല്ലേ സംഭവിച്ചത്? അപ്പൊ ഇതിന് എല്ലാവരും കുറ്റക്കാരാണ്. അധികൃതർ കുറ്റക്കാരാണ്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നവർ കുറ്റക്കാരാണ്, ഭരണാധികാരികൾ കുറ്റക്കാരാണ്. ഇവരെയൊക്കെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം. അതെ അതെ, എല്ലാ ഇതിന്റെ പിന്നിൽ ആര് എന്നത് വളരെ കൃത്യമായി പുറത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, മടവൂരിൽ നിന്ന് ബഷീറാണ് വിളിക്കുന്നത്. ബഷീർ, ഈ ദുരന്തം കണ്ട് ബഷീർ ഇതിൽ ആരാണ് തെറ്റുകാരനെന്നാണ് കരുതുന്നത്? ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം കേരളത്തില് കുമരകത്തും അതേപോലെ തന്നെ ഇതിനു മുമ്പേ തട്ടേക്കാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്തെ നമ്മള് ആ സമയത്ത് മാത്രം ചാനലുകളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും ഒക്കെ ഇത് ആ സമയത്ത് ഇതിന്റെ ഒരു അന്വേഷണം ഉണ്ടാവും, ഇതിന്റെ ഉടമയെ തെരയും, ലൈസൻസ് ഇല്ല, അതില്ല, ഒരുപാട് കാര്യങ്ങളൊന്ന് പറഞ്ഞു കളിക്കാന്നല്ലാണ്ട് ഇതിന്റെ വേണ്ടതായ രീതിയിലേക്കുള്ള ഒരു പോക്ക് ഇതുവരെ നടപടി ഉണ്ടാകുന്നില്ല. നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും. ഇതിന്റെ കുറ്റക്കാര് ഒന്ന് ഗവൺമെന്റ് ആണ്, രണ്ടാമത് ഇതിന്റെ ഉടമയാണ്. ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ സത്യത്തില് ഒരു എന്താ പറയുക ബിനാമി ടീം ഇതിന്റെ പിന്നിലുണ്ട്, രാഷ്ട്രീയക്കാരായാലും മറ്റുള്ള ആളുകളായാലും ഒക്കെ തന്നെ. ഏതായാലും എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട്. ഏതായാലും അവർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ, അല്ലേ? ഏതായാലും വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തൊരു പ്രേക്ഷക അരൂരിൽ നിന്ന് വിളിക്കുന്നു, റംല. ആ പ്രദേശത്തൊക്കെ ഈ ബോട്ട് സർവീസ് ഒക്കെ ധാരാളമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അല്ലേ? അവിടെ എല്ലാവരും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നവരാണോ? റംലയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളാണോ? പ്രതികരിക്കും, നമ്മൾ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളതാണല്ലോ സാറേ. അതെ അതെ, അതെനിക്കറിയാം. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ പാണാവള്ളി പൂത്തോട്ട റൂട്ടില് ബോട്ട് യാത്ര ചെയ്യാൻ പോലും നമുക്കൊക്കെ പേടിയാണ്. എന്താന്ന് വെച്ചാല് പാണാവള്ളി പൂത്തോട്ടം എന്ന് പറഞ്ഞ റൂട്ടുണ്ടേ, നമ്മള് ഇവിടെ ഇവിടുന്ന് ഒരു ആലപ്പുഴ ജില്ലയിൽ തന്നെ പെട്ടതാണല്ലോ പാണാവള്ളി. സാറ് കേട്ട് കാണുമല്ലോ. അതെ അതെ. പാണാവള്ളി പൂത്തോട്ട വഴിയുള്ള ആ റൂട്ടില് ബോട്ട് യാത്ര ചെയ്യാൻ തന്നെ പേടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മള്. ഇന്നലെ മുതൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവരൊരു ഭക്ഷണം കഴിക്കുക ഒന്നും എന്ത് ദാരുണമായ സംഭവമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്.
ആദ്യമായിട്ട് നമ്മൾ ആ കുടുംബത്തിന് അനുശോചനം പറയാണ് സാറേ. ഞാനും എന്റെ കുടുംബത്തിന്റെ എന്താന്ന് വെച്ചാൽ അത്രയ്ക്കും വിഷമമാണ് നമ്മൾ കണ്ടിട്ടേ. ഇത്തിരിക്കില്ലാത്ത കുഞ്ഞു പൈതം മക്കൾ ആ ബോട്ട് വിടുന്ന സമയത്തും ആ ബോട്ടിനൊരു ചരിവുണ്ടായപ്പോ തന്നെ എല്ലാരും വിളിച്ചു പറഞ്ഞല്ലേ സാറേ. അപ്പോഴെങ്കിലും ആ ജീവനക്കാർക്ക് ആ കുരുന്നുകളടക്കമുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വയ്യായിരുന്ന. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ട് കൊച്ചിയിലൊരു ബോട്ട് അപകടം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ധനസഹായം എന്നൊക്കെ പറഞ്ഞ ഇന്നും ആ സഹായം കിട്ടാത്ത എത്രയോ പേരുണ്ട്. 10 ലക്ഷം രൂപ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ മാത്രമല്ലാതെ അതൊക്കെ ഏത് കാലത്ത് കിട്ടുമെന്ന് ഓർത്താണ്. ഈ 10 ലക്ഷം കൊണ്ട് ഒരു ജീവന്റെ വില ആവും. 10 ലക്ഷം പൈസ കൊണ്ട് നമുക്ക് ആളുകളെ ഇതില്ല, അതായത് ആ സഹായമെങ്കിലും കിട്ടി എന്ന് വിചാരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ദുഃഖം തീരുന്നില്ല, നമുക്ക് നഷ്ടവും നികത്താനാകുന്നില്ല. ഏതായാലും വളരെ നന്ദി റംല, അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തുടർന്നും ഈ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ഉള്ള പ്രതിഷേധവും പോരാട്ടവും തുടരട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കാജ എന്നാണോ പേര് പറഞ്ഞത്? ഹലോ, തിരുവനന്തപുരത്ത് നിന്നല്ലേ വിളിക്കുന്നത്? അല്ല, തിരുവനന്തപുരം ഹാജയാണ്. പറയൂ, എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്, ഈ വാർത്ത കേട്ടിട്ട്? ആദ്യമായിട്ട് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണ്. അതെ 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 എന്നോട് ഫോണിൽ സംസാരിക്കൂ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട. എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണ്. ഈ കുറ്റകൃത്യം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാരെ കർശനമായ നടപടി എടുത്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ചാനൽ തന്നെ 10 ലക്ഷം രൂപ ധനസഹായം എഴുതി കാണിച്ചു. ഞങ്ങളിവിടെ സ്വരൂപിച്ച് 100 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. ഇവരുടെ ജീവൻ ഇവർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അതെ, നമുക്ക് പണം കൊണ്ട് നമുക്കിതൊന്നും നികത്താൻ പറ്റില്ല. ഈ നഷ്ടം നമുക്ക് ദുർബലരായി നോക്കി നിൽക്കാനേ കഴിയൂ. ഇത്തരം അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തടയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ ഹാജ? ആരും ഇല്ലെന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും വരുമ്പോൾ ഗവൺമെന്റ് കാട്ടുകൂട്ടി എന്തെങ്കിലും ചെയ്തു വെക്കും, വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ശക്തമായ നടപടി ഇവർക്ക് പേരിൽ ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഹാജയുടെ വാക്കുകൾ കേരളം ഏറ്റെടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ നിയമത്തിൻ്റെ മുന്നിൽ വരും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.